ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ വീടുകളിലൊക്കെ വയറിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡി ബി വെക്കാറുണ്ട്. ഈ ഡി ബി 12 വേയുടെ 16 വേയുടെ 18 വേയുടെ അങ്ങനെ പല ടൈപ്പ് ഡി ബികൾ നമ്മൾ വെക്കാറുണ്ട്. ഇതിപ്പോൾ ഓൾറെഡി നമ്മൾ പരിചയപ്പെടുന്നത് ഐക്കൺ എന്ന കമ്പനിയുടെ 12 വേ ഡി ബി ആണ് വരുന്നത്. ഇത് നമുക്ക് എങ്ങനെ ഉറപ്പിക്കാമെന്നും അതുപോലെ തന്നെ ഇത് എന്തോരം ഭിത്തിയുടെ ഉള്ളിലേക്ക് എന്തോരം കറക്റ്റായിട്ട് വേണമെന്നുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ നോക്കുന്നത്. ഇത് ഐക്കണിൻ്റെ ഡി ബി ആണ്. എന്നാൽ വലിയ റേറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു എക്കണോമിക്കലായി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡി ബി ആണ്. ഇതിൻ്റെ മാർക്കിങ് കാര്യങ്ങളും കണ്ടോ. ഇത്രയാണ് ഡോറിൻ്റെ പ്രൊജക്ഷൻ വരുന്നത്. ഇത് ഫിനിഷിംഗ് സ്റ്റേജ് വരുന്ന സമയത്ത് നമുക്ക് ഇത്രയും പ്രൊജക്ഷൻ നമുക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് MCB കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ നോക്കണം. അതെങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ഈ ഡി ബി നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഡി ബി നമുക്കൊന്ന് തുറക്കാം. ഡി ബി ഒന്ന് തുറന്നതിന് ശേഷം നമുക്കൊന്ന് നോക്കാം. ഡി ബി തുറന്നതിന് ശേഷം എന്താ കണ്ടോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് സിമ്പിൾ ടൈപ്പ് ഡി ബി ആണ്. വളരെ എന്നാൽ ഒരുപാട് റേറ്റ് വരാതെ ഈ 4 സ്ക്രൂ ആണ് വരുന്നത്. ഈ 4 സ്ക്രൂ ഫ്രണ്ടിൽ ഡോറ് നമുക്ക് പൊക്കിയെടുക്കാം. കാരണം MCBകളുടെ എണ്ണം നോക്കിയാൽ 12 MCB നമുക്ക് വെക്കാവുന്ന രീതിയിൽ കറക്റ്റായിട്ട് അവർ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ അത് മാർക്ക് ചെയ്യാം. റൂം, കിച്ചൺ, അങ്ങനെ പല രീതിയിൽ നമുക്കത് കിച്ചൺ അത് മുകളിൽ എഴുതി ഒട്ടിക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് MCBകൾ കറക്റ്റായിട്ട് എവിടേക്കാണെന്ന് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനുള്ള സ്റ്റിക്കർ രീതിയിലാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആ ഡോറ് പതുക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ആ ഡോറ് നമുക്ക് പതുക്കെ ഒന്ന് പൊക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഡോറിൻ്റെ ബോർഡ് നമുക്ക് ഫുള്ളായിട്ട് ഇങ്ങോട്ട് മാറ്റി കിട്ടും. ഉണ്ടോ, ഇതാണ് സിമ്പിളായിട്ട് വരുന്നത്. ഇത്രയും ഭാഗം നമ്മൾ മാറ്റി വെച്ചതിന് ശേഷം വേണം നമ്മൾ ഡി ബി ഉറപ്പിക്കാനായിട്ട്. അതായത് നമ്മുടെ ഭിത്തിയുടെ ഉള്ളിലേക്ക് കുഴിച്ച് ഉറപ്പിക്കുന്നത് ഇത്രയും ഭാഗം മാത്രമായിട്ടാണ് വരുന്നത്. ഇതതിൻ്റെ ഡി ബി വരുന്നത് നോക്കുക. ഉണ്ട്, അതിൻ്റെ ആ കാണുന്ന ലെവൽ ആ ചാനലിലാണ് നമ്മുടെ MCB കാര്യങ്ങൾ വരുന്നത്. പിന്നെ അത്രയും പൈപ്പുകൾ നമുക്ക് കയറ്റുന്ന നോക്കൗട്ടുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. എല്ലാ സൈഡുകളിൽ നിന്നും നോക്കൗട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും. താഴെയും കൊടുക്കാം, മുകളിൽ. അതായത് 4 സൈഡിൽ നിന്ന് നമുക്ക് നോക്കൗട്ടുകൾ ഇട്ടിട്ടുണ്ട്, കമ്പനി ഇട്ടിട്ടുണ്ട് ഓൾറെഡി. നമുക്ക് അതിൽ നിന്ന് വേണ്ട പൈപ്പുകൾ 25-ൻ്റെ ആണ് നോക്കൗട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് 20 ആയാലും നമുക്ക് അതിൻ്റെ അകത്തേക്ക് പൈപ്പുകൾ സിമ്പിളായിട്ട് ഇറക്കാൻ സാധിക്കും. ഇത് നമ്മൾ കൊടുത്തിരിക്കുന്ന റാഡാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, അതായത് MCBകൾ തമ്മിൽ ലിങ്ക് ചെയ്യുന്ന റാഡ് നമുക്ക് അവിടെ നിന്ന് ഊരിയെടുക്കുക. കോപ്പർ ടൈപ്പാണ് വന്നിരിക്കുന്നത്, കോപ്പർ തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടോ ഇതിൻ്റെ അകത്ത് MCB വെക്കുന്ന രീതിയും അതുപോലെ തന്നെ നമ്മൾ കറക്റ്റായിട്ട് എന്തോരം തേപ്പേനം വേണമെന്നുള്ള കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുന്ന രീതിയാണ് ആ കമ്പനി അത്യാവശ്യം കൊടുത്തിരിക്കുന്നത്. ഇത് ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ ഡോറ് നമുക്ക് ഈ ലെവലിൽ വരുന്നുണ്ട്. തേപ്പേനം കൂടി ഏകദേശം ഒരു സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1.5 സെൻറ്റിമീറ്റർ തേപ്പേനം കൂടി വരുന്നുണ്ട്. അപ്പോൾ അത് കൂടി ഇട്ടിട്ട് വേണം നമുക്ക് ഡി ബി പുറത്തേക്ക് വലിച്ചു വയ്ക്കാനായിട്ട്. അത് ജസ്റ്റ് എങ്ങനെയാണ് ഡോറ് വെച്ചതിന് ശേഷം ഞാൻ ജസ്റ്റ് നിങ്ങളിന്ന് കാണിച്ചു തരാം എന്തോരം പുറത്തേക്ക് വേണം എന്ന് ഡീറ്റെയിൽ. പിന്നെ ഒരു കാര്യം നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. അതിൻ്റെ അത് കണ്ടോ, ആ ഡോറ് നമ്മൾ വെക്കുക. അപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഡോറ് വെച്ചതിന് ശേഷമുള്ള പ്രൊജക്ഷനും കണ്ടോ. ഇത്രയുമാണ് ഡോറ് വയ്ക്കുമ്പോൾ നമുക്ക് ഫിനിഷിംഗ് സ്റ്റേജ് കിട്ടേണ്ടത്. അതിനുശേഷം അത്രയും തേപ്പേനം ഇടുക. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആ കാണുന്ന 2 ഹോളുകളുടെ എൻഡ് ആയിരിക്കണം നമ്മൾ പുറത്തേക്ക് വെക്കേണ്ടത്. അത് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. പക്കയായിട്ട് നമുക്ക് ഫിനിഷിംഗ് സ്റ്റേജിൽ നമുക്ക് ഈ ഡോറ് കറക്റ്റായിട്ട് സൂട്ടാവുന്ന രീതിയിൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. വളരെ സിമ്പിൾ ഡി ബി ആണ്, വളരെ സിമ്പിളാണ്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ആളിലേക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.